ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിലെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിധിയാണെങ്കിൽ നിധിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. കാരണം സുധീഷിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് മുഴുവൻ കള്ളത്തരാണ്. സുധീഷിനെ പോലെ ഒരു ഫ്രോഡ് തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കള്ളത്തരങ്ങൾ കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കി വെച്ചിരിക്കുക സുധീഷ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്തവൻ സുധീഷാണെന്നാണ് നിധി പറയുന്നത് കേട്ടോ. നിധിയുടെ അഭിപ്രായത്തിൽ സുധീഷ് ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാവുമെന്ന് പോലും അറിയില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നിധി ജീവിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ശേഷം സുധീഷിനെ ശരിക്കും മനസ്സിലാക്കുകയാണ് നിധി. മനസ്സിലാക്കാൻ മാത്രമല്ല, തൻ്റെ ഭർത്താവാണെന്നുള്ള തോന്നൽ നിധിയുടെ ഉള്ളിൽ അറിയാതെ തന്നെ വരികയാണ്. അങ്ങനെ നിധി മനസ്സിലാക്കാണ് കേട്ടോ, സുധീഷ് അല്ലാതെ വേറെ ആരെ ഇനി ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല എന്ന്. അങ്ങനെ സുധീഷിനോട് ഉള്ളിലൊരു പ്രണയം മുട്ടിടുകയാണ് നമ്മുടെ നിധിക്ക്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നിധി സർട്ടിഫിക്കറ്റിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ വന്നിട്ട് നിധിയുടെ ഏട്ടം വന്ന് അതെല്ലാം വലിച്ചു കീറി കളയുകയൊക്കെയാണ് കേട്ടോ. അതിനുശേഷം നിധി വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റിനായിട്ട്. അങ്ങനെ നിധിക്കൊരു ജോലി വാങ്ങണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. ജോലി വാങ്ങിയിട്ട് വേണം സ്വന്തം കാലിൽ നിൽക്കാനെന്നുള്ള ഒരു അഭിപ്രായമാണ് നിധിക്കുള്ളത്. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണം. ജോലി വാങ്ങിക്കഴിയുമ്പോൾ ഒരു വാടക വീടെടുത്ത് വാടക വീട്ടിലേക്ക് മാറണം എന്നാണ് നിധിയുടെ അഭിപ്രായം. അത് നിധി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു വാടക വീട് നോക്കണമെന്ന് സുധീഷിനോടും സുഭാഷിനോടും ഒക്കെ. അതേസമയം സുഭാഷ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ നിധി വാടക വീടൊക്കെ നോക്കി ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത്? ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നിധിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് ശരിയാവില്ല, എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം. എനിക്കൊരു ജോലി വാങ്ങി അതിൽ നിന്ന് പണം നേടിയാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി വേണം. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ളൊരു പ്രശ്നം. അത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പം ഏതെങ്കിലും കമ്പനിക്കാരനെന്ന് പറയാം. അപ്പം നമ്മുടെ സുധീഷ് ചോദിക്കുക, ഓ നിധിക്കിപ്പം ജോലിയോട് അത്ര വലിയ താല്പര്യമാണല്ലേ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകത എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്ത് പ്രത്യേകതയാണെന്ന് അറിയില്ലേ, എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് സാലറി കിട്ടും. സാലറി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആരോടും ചോദിക്കാതെ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. സ്വന്തമായിട്ടൊരു വാടക വീടെടുത്ത് താമസിക്കാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള പോകുന്ന വഴിക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോഴേ ഈ ബിൽഡിങ്ങൊക്കെ ഞാൻ നിർമ്മിച്ചതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ കൺസ്ട്രക്ഷനിൽ വന്നതാണെന്നുള്ള കാര്യങ്ങൾ ഓരോ വലിയ വലിയ ഫ്ലാറ്റുകൾ കാണുമ്പോഴും എനിക്കിനെ എണ്ണി പറയാൻ പറ്റും. അതൊക്കെ ഒരു ഗമ തന്നെയല്ലേ സുധീഷ് എന്ന് ചോദിക്കുക. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അതെ അതെ, നിധിയുടെ ആഗ്രഹം കൊള്ളാം, അത് സാധിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ നമ്മുടെ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിക്കുകയാണ് കേട്ടോ. മാട്രിമോണിയിലൊന്നും കൊടുത്തിട്ട് ശരിയാവാത്തത് കൊണ്ട് തന്നെ നിധി അത് നേരിട്ട് ചെന്ന് സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെടുന്ന സുനന്ദയോട് ചോദിക്കുകയാണ്. അതേസമയം സുനന്ദയുടെ വീട്ടുകാർക്കാണെങ്കിൽ സുഭാഷുമായിട്ടുള്ള വിവാഹത്തിന് തീരെ താല്പര്യമില്ല. സുനന്ദയുടെ വിവാഹം മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചു വച്ചിരിക്കുക. സുനന്ദയ്ക്കാണെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു ധൈര്യമില്ല. അച്ഛനെ അമ്മയെ അനുസരിക്കണോ അതോ സുഭാഷി എൻ്റെ കൂടെ ജീവിക്കണോ എന്നുള്ള കാര്യത്തിൽ സുനന്ദയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. നിധിയെ വന്ന് കണ്ട് സുനന്ദ പറയുന്നുമുണ്ടത് കേട്ടോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അച്ഛനെ അമ്മയെ എതിർക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ സുഭാഷ് എന്നെ ഇല്ലാതെ മറ്റൊരാളുമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് മരണതുല്യമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിധി ഒരു തീരുമാനം എടുക്കുകയാണ്. നിധിയാണെങ്കിൽ സുധീഷിനോടും അതുപോലെ ഹരീഷിനോടും നികേഷിനോടും ഒക്കെ പറയാണ്, നമുക്ക് സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് സുനന്ദയുടെ വീട്ടിൽ ഒന്നുകൂടെ പോകാം. സുനന്ദയുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ച് സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് സുനന്ദയെ ആലോചിക്കാമെന്ന് പറയാം. അപ്പോൾ നികേഷ് പറയാം, എൻ്റെ പൊന്നു നിധി ചേച്ചി, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇടത്തി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ആട്ടിയിറക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്തിനാ വെറുതെ ഈ വേണ്ടാത്ത വയ്യാവലിക്കൊക്കെ പോകുന്നേ? സുധീഷും പറയാം, നിങ്ങൾ പോക്കോ, ഞാൻ വരുന്നില്ല കേട്ടോ, അവിടെ ചെന്ന് ചീത്തവിളി കേൾക്കാനൊന്നും എനിക്ക് വയ്യാന്ന് പറയാം. അപ്പോൾ ഉടനെ നിധി ചോദിക്കുക, നിങ്ങളുടെ സുഭാഷ് ചേട്ടൻ വിവാഹിതനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലേ? അതോ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ നമുക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയാ, അതങ്ങനെയല്ല, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. അങ്ങനെയാണ് എൻ്റെ കൂടെ നിങ്ങളും വരണമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നിധി അവിടെ ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ലളിതയും ഭർത്താവും ഒക്കെ ആട്ടിയിറക്കാണ്. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്, എൻ്റെ മോളെ വിവാഹം ആലോചിക്കാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ സുനന്ദയുടെ അച്ഛൻ. അതുപോലെ
ലളിത പറയാണ് നിധിയോട്, നാണമില്ലടി അസത്തെ നിനക്കിവിടെ വന്ന് കയറാൻ. നിനക്ക് എന്ത് യോഗ്യതയുള്ള എൻ്റെ മോളെ വിവാഹം ആലോചിച്ചുകൊണ്ട് വരാൻ? നീയേ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നവളല്ലേ? നിന്റെ വീട്ടുകാർ വലിയ പണക്കാരാണ്, വലിയ ടെക്സ്റ്റൈൽ ഷോപ്പും മറ്റുമൊക്കെ ഉള്ളവരാണ്. അങ്ങനെ ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നുള്ള പെണ്ണ് ദേ ഇവിടെ വന്ന് ഈ ചെറ്റക്കുടലിൽ വന്നിരുന്ന് ജീവിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് വീട്ടുകാരെ വെറുപ്പിച്ച നീയാണോടി എന്നെ ഉപദേശിക്കാൻ വരുന്നത്? ഇറങ്ങടിയെല്ലാം, എൻ്റെ വീട്ടുമുറ്റത്തുനിന്ന് എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞ് ആട്ടി ഓടിച്ചു വിടുകയാണ്. അങ്ങനെ ആ ആഗ്രഹമൊക്കെ മറക്കാണ് കേട്ടോ. അതേസമയം നമ്മുടെ സുനന്ദ ഓടി വരുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത് വന്ന്, സുഭാഷിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അതുപോലെ തന്നെ നിധിയോടും പറയുന്നുണ്ട്, നിധി എങ്ങനെയെങ്കിലും ഇത് സാധിക്കണം, അച്ഛനെ അമ്മയെ എതിർക്കാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സുധീഷിന് ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് നിധിയോട്. സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി ഇപ്പം ഈ വീട്ടുകാരിയെ പോലെ തന്നെ ആയല്ലോ, ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിധി ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നിധി പറയാണ്, അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ പിന്നെ ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ടേ, അതെ നിധിയുടെ വീട്ടുകാർ ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കുമെന്ന് ചോദിക്കുക. നിധിയുടെ വീട്ടുകാർ നല്ല ആൾക്കാരല്ലേ, നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ, എന്നിട്ടും നിധിയുടെ ഏട്ടൻ അന്ന് നിധിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്, എൻ്റെ വീട്ടുകാരെ കുറിച്ച് നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ്, നല്ല കുടുംബം എന്നേ പറയുള്ളൂ. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന സ്വഭാവം എന്താണെന്ന് സുധീഷിന് മനസ്സിലായില്ലേ? എൻ്റെ ഏട്ടൻ തനി ഗുണ്ടയെ പോലെയാണ് തെരുവാറുന്നത്, കോളേജിലൊക്കെ പോയി വലുതായിട്ട് പഠിച്ച ആളൊക്കെയാണ്, പക്ഷേ അതിൻ്റെ ഗുണങ്ങളൊന്നും കാണിക്കുന്നില്ല. അതേസമയം നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് നാട്ടിൽ എവിടെ ചോദിച്ചാലും വളരെ മോശമായിട്ട് തന്നെയാണ് പറയുന്നത്. മോശം കുടുംബം എന്നാ ഭാസ്കരൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയുള്ളവരൊക്കെ നല്ലവരാണെന്നാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ വീട്ടുകാരെക്കാളും എന്തുകൊണ്ടും നല്ലവർ. അപ്പോൾ പിന്നെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഞാനാകുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ സുധീഷ് പറയാ, അപ്പം ഈ വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ നിധിക്ക് നല്ല അഭിപ്രായമാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നിധി പറയാം, അതെ എനിക്ക് ഈ വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്, ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും കുറിച്ച്. അപ്പോൾ ഉടനെ സുധീഷ് ചോദിക്കുക, ആ ഒരാളെൻ്റെ അച്ഛനായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയാം, ഏയ് നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്, നിങ്ങളുടെ അച്ഛനെ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, പക്ഷേ എനിക്ക് നിങ്ങളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല, ബാക്കി എല്ലാവരെക്കുറിച്ചും നല്ല അഭിപ്രായമാണ്, ഈ വീട്ടിലെ ഒരു ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്ന് സുധീഷിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും സുധീഷിനൊരു ചെറിയ സന്തോഷമൊക്കെ തോന്നുക, നിധി എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടേ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. കുറേ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പം നിധിയുമായിട്ട് കൂടുതൽ അടുക്കാണ് നമ്മുടെ സുധീഷും, അതുപോലെ സുധീഷുമായിട്ട് അറിയാതെ തന്നെ അടുക്കാണ് നമ്മുടെ നിധിയും. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ നിധി എണീക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. നിധിക്ക് നല്ല പനിയാണ് കേട്ടോ. അങ്ങനെ കിടക്കുന്ന സമയത്ത് സുധീഷ് വന്ന് നോക്കുന്നുണ്ട്, എന്താ ഇവിടുന്ന് എണീറ്റിട്ടില്ലല്ലോ, എന്ത് പറ്റി, സാധാരണ ഈ സമയത്തൊക്കെ എണീക്കുന്നതാണല്ലോ എന്ന് വന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നിധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പം നിധി ഇങ്ങനെ മുഴുവൻ മുരങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുക, എന്ത് പറ്റി നിധി, എന്താ നീ എണീക്കാത്തത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിധി പറയാൻ, നല്ല സുഖമില്ല സുധീഷേ എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് അടുത്തിരുന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പം നല്ല തീ പോലെ പനിയാണ് കേട്ടോ നിധിക്ക്. അപ്പോൾ സുധീഷിന് ആപ്പാടെ വെപ്രാളാവുക. സുധീഷ് ചോദിക്കുക, നല്ല പനിയുണ്ടല്ലോ നിധി, ഞാൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് വരാം, ചുക്ക് കാപ്പി ഇട്ട് തരാം എന്നൊക്കെ പറയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒന്നും വേണ്ട സുധീഷ്, അത് മാറിക്കോളും, നല്ല ദേഹത്തിനൊക്കെ നല്ല വേദനയുണ്ടെന്ന് പറയാം, ഞാൻ ചുക്ക് കാപ്പി ഇട്ട് ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോവുകയാണ് സുധീഷ്. സുധീഷിന് നിധിക്ക് പനി വന്നു കഴിയുമ്പോൾ അകപ്പാടെ ഒരു വെപ്രാളവും വിഷമവും ഒക്കെ ആവുകയാണ് കേട്ടോ. സുധീഷ് ഓടിപ്പോയി അടുക്കളയിൽ പോയി ചുക്ക് കാപ്പി ഇട്ടിട്ട് വരിക. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഇടുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ സുഭാഷിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സുധീഷേ നീ ഇപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഇടുന്നത്, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, നിനക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇടാൻ അറിയാവോ എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയാം, പിന്നെ ചുക്ക് കാപ്പി ഇടുന്നത് നമ്മുടെ നിധിക്ക് നല്ല പനിയാണ്, നല്ല ടെമ്പറേച്ചറുണ്ട്, ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എണീക്കാതെ കിടക്കുന്ന കണ്ട് ചെന്നപ്പം തീരെ വയ്യ, എന്നാൽ ഇത്തിരി ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വന്നേന്ന് പറയാം. ആണോ, നിധിക്ക് പനിയാണോ, എടാ എങ്ങനെയുണ്ടറാ, കൂടുതലാണെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ, ഇങ്ങനെ ഇവിടെ ഇട്ട് വിഷമിപ്പിക്കരുത്, വലിയ വീട്ടിലൊക്കെ ജീവിച്ച കുട്ടിയാ, ഇവിടെ വന്ന് കിടന്ന് നരകിക്കുക അത് എന്ന് പറയുക സുഭാഷ്. അപ്പോൾ സുധീഷ് കാപ്പിയായിട്ട് ഓടിച്ചെന്ന് നിധിയുടെ അടുത്ത് ചെല്ലുക. നിധിയാണ് തീരെ വയ്യാതെ കിടക്കുക. നിധിയുടെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചിരുത്താണ് സുധീഷ്. എന്നിട്ട് ഈ കാപ്പി കൊടുക്കുക. കാപ്പി കൊടുത്തിട്ട് കുടിച്ചോളാന്നൊക്കെ പറഞ്ഞ് കുടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണേ. അപ്പോൾ നിധി കുറച്ച് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും നിധിക്ക് തീരെ വയ്യ, നിധി അവിടെ കിടക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയോട്, നിധി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ, ഇങ്ങനെ ഇതും വച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, ഇപ്പോഴത്തെ പനിയൊക്കെയാണ്, അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട സുധീഷേ, ഇത് മാറുമായിരിക്കും, നമുക്ക് നോക്കാമെന്ന് പറയാണ്.
അങ്ങനെ സുധീഷ് അങ്ങോട്ട് പോവാണ്. സുധീഷിന് എന്നിട്ടും ആകെ മൊത്തം വെപ്രാളം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ആകെ വെപ്രാളം പഠിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വീണ്ടും, അതെ എന്താ സുധീഷേ, നിധിക്ക് കുറവില്ലേ, എങ്ങനെയുണ്ട്? അത് അവൾക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് സമ്മതിക്കുന്നുമില്ല. എന്താവോ, എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുക എന്ന് പറയാണ്. ഒരിക്കലും ഇല്ലാത്തൊരു വെപ്രാളമൊക്കെ സുധീഷിന് കാണുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ നിന്നാലെങ്ങനെയാ, അവളോട് പറ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. നീയും നികേഷും കൂടെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് അത്യാവശ്യമാണ്, ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, നിർബന്ധിക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ സുധീഷ് എന്നിട്ട് നിധിയെ നിർബന്ധിക്കുകയാണ് കേട്ടോ. നിധി ഇങ്ങനെ കിടന്നാൽ പറ്റില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം, ഞാനും നികേഷും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നിധി സമ്മതിക്കുകയാണ്. സുഭാഷ് ചേട്ടനും വന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് എണീപ്പിച്ച് ഒരു ഓട്ടോയിൽ കയറ്റി സുധീഷും അതുപോലെ നികേഷും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ തന്നെ നിധിക്ക് അർത്ഥബോധാവസ്ഥയാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു അവസ്ഥയിൽ നിധിയെ ട്രിപ്പിട്ട് കിടത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കുന്നതൊക്കെ ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ സുധീഷ് അവിടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. പുറത്ത് നിൽക്കുമ്പോൾ സുധീഷിനാണെങ്കിൽ ആകെപ്പാടെ വെപ്രാളാകുന്ന കണ്ടിട്ട് നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെ എന്താ സുധീഷ് ചേട്ടാ ഇപ്പം ഇത്ര വെപ്രാളം, എടുത്തേക്ക് പനി വന്നതുകൊണ്ടാണോ ഇത്രയധികം വെപ്രാളം എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ സുധീഷ് പറയുന്നുണ്ട്, അതെ അവൾക്കിങ്ങനെ പണി വന്നില്ലേ, ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, എനിക്കതിൻ്റെ കുറ്റബോധം ഇപ്പം നന്നായിട്ടുണ്ട് നികേഷ് എന്ന് പറയാം. അപ്പോൾ നികേഷ് ചോദിക്കും, ഓഹോ കുറ്റബോധമൊക്കെ വരാൻ തുടങ്ങിയോ, അങ്ങനെ ഒരു കാര്യം ഏട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാം, തീർച്ചയായിട്ടും ഇപ്പം നിധി ഇവിടെ വന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നത് എന്തൊരു കഷ്ടപ്പെട്ടാണ്, അതിനൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയല്ലേ, അവൾ ഏത് രീതിയിൽ ജീവിക്കേണ്ടതാ, ഞാൻ എന്നാ നുണയെല്ലാം പറഞ്ഞതുകൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് നികേഷ് എന്ന് പറയുകയാണേ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ആ ഇതൊരു നല്ല ലക്ഷണമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നിധിക്ക് ബോധമൊക്കെ വീണിട്ട് വൈകിട്ടാകുമ്പോഴേക്കും എല്ലാം ഒന്ന് കുറഞ്ഞൊക്കെ വരിക. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് സുധീഷിനോട്, അതെ ഡിസ്ചാർജ് ആയിക്കോ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി വീട്ടിൽ പോയിട്ട് മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളും, നല്ലൊരു വൈറൽ ഫീവർ ആയിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസ്ചാർജ് ആകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. സുധീഷാണെങ്കിൽ ബില്ലടയ്ക്കാനൊക്കെ ഓടിപ്പോവാണ്. അപ്പോൾ നിധി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ആരാ ഇവിടുന്ന് പോയത്, അത് ഹസ്ബൻഡാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നിധി പറയുക അതെ എന്ന് പറയാണ് കേട്ടോ. ഇത് നമ്മുടെ സുധീഷ് അവിടെ നിന്നിട്ട് കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ സുധീഷിന് നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നിധി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ ആ സിസ്റ്റർ പറയണേ, ആ നല്ലൊരു മനുഷ്യനാണല്ലോ, എന്ത് സ്നേഹത്തോടെയാണ്, കുട്ടി ഇവിടെ വന്നപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നെന്നറിയാവോ, ആകെ താളുപോലെ തളർന്ന് കിടക്കുമായിരുന്നു, ആ മനുഷ്യൻ അടുത്തിരുന്ന് തന്നെ നോക്കുമായിരുന്നു കേട്ടോ, എന്താന്ന് തെരുതെരെ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ടെന്ന്, നന്നായിട്ട് വെപ്രാളം ഉണ്ടായിരുന്നു കേട്ടോ, ഏതായാലും നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അത്, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ നിധിയോട് ആ സിസ്റ്റർ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നിധിക്ക് ഭയങ്കര സുധീഷിനോടൊരു മതിപ്പൊക്കെ തോന്നുകയും അങ്ങോട്ട് നടന്നു പോകുന്ന സുധീഷിനെ തന്നെ നിധി ഇങ്ങനെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിധിയുടെ മനസ്സിലും ഒരു ചെറിയ സ്നേഹമൊക്കെ സുധീഷിനോട് തോന്നി തുടങ്ങുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായിട്ട് നിധിയെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് കേട്ടോ. അപ്പോഴും നിധി സുധീഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധീഷ് പതിവിലധികം കെയർ ചെയ്യുന്നുണ്ട്. സുധീഷിന് നല്ല മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഒരു മാറ്റങ്ങളുണ്ടല്ലോ എന്ന് നിധിക്കും തോന്നുകയാണ്. അതേസമയം സുഭാഷ് ചോദിക്കുന്നുണ്ട് സുധീഷിനോട്, അതെ സുധീഷേ നിധിക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് തീരെ വയ്യെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ സുധീഷ് പറയുക, ശരിയാ അവൾക്ക് തീരെ വയ്യ, അവൾ ഈ വീട്ടിൽ വന്ന് കിടന്ന് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടതല്ല, ഞാൻ കാരണമാണ് അവൾക്ക് ഇപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. അപ്പോൾ സുഭാഷും പറയാണ്, ശരിയാ അവൾ ഒരു വലിയ വീട്ടിൽ ജീവിച്ച പെൺകുട്ടിയല്ലേ, വലിയ വലിയ ആഗ്രഹങ്ങളും ആ കുട്ടിക്കുണ്ട്, ആ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്നതോടുകൂടി ഇല്ലാതായി തീരുമെന്നാ എൻ്റെ ഭയം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ സുധീഷും പറയാം, ശരിയേട്ടാ അവൾക്കൊരു ജോലി വേണമെന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹം, ഇവിടെ വന്നതുകൊണ്ടല്ലേ അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ ഇത്രയും താമസം വന്നതും, അതുപോലെ തന്നെ ഒരു ജോലി കിട്ടാതെ ഇങ്ങനെ ഇവിടെ കിടന്ന് നരകിച്ച് ജീവിതം തീർക്കുന്നതും, അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, പാവം പെൺകുട്ടിയെ നിധി എന്ന് പറയാണ് സുധീഷും. അപ്പോൾ സുഭാഷ് പറയാം, ശരിയാ അവൾക്ക് പഠിക്കാൻ പറ്റണം, അവൾക്ക് ജോലി നേടാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണടാ എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയാം, ശരിയാ സുഭാഷ് ഏട്ടാ അവൾക്ക് വേറൊരു വാടക വീടെടുത്ത് മാറണം എന്നുള്ളത് തന്നെയാണ് അവളുടെ ആഗ്രഹം, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനോട് അവൾക്ക് യാതൊരു താല്പര്യമൊന്നുമില്ല, അതുമല്ല സുഭാഷ് ഏട്ടാ ഇവിടെ നിന്ന് അവളുടെ സ്വപ്നങ്ങളൊക്കെ അങ്ങ് തകർന്നു പോവുകയുള്ളൂ, അതിലും നല്ലത് അവളൊരു വാടക വീടെടുത്ത് താമസിക്കട്ടെ, അവിടെ താമസിക്കുമ്പം അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ സുഭാഷും പറയുന്നുണ്ട്, ശരിയാ നീ പറഞ്ഞത് ശരിയാ, നീയും ഒരു നല്ല വാടക വീട് അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കണം, അവിടെ പോയി അവൾ ഒറ്റയ്ക്ക് താമസിക്കട്ടെ, അങ്ങനെ ആയാലേ ഉള്ളൂ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുള്ളൂ, അല്ലാതെ ഇവിടെ കിടന്ന് അവൾ മുരടിച്ച് നശിച്ചു പോകാനുള്ളതല്ല എന്ന് പറയാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുധീഷ് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ നിധിക്ക് വേണ്ടിയിട്ടൊരു വാടക വീട്. അങ്ങനെ സുധീഷ് ഒരു വാടക വീടൊക്കെ കണ്ടെത്തുകയാണ്. കണ്ടെത്തിയതിന് ശേഷം സുഭാഷ് എന്നോട് വന്ന് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞാൻ നിധിക്ക് വേണ്ടിയിട്ട് ഒരു വാടക വീട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വീടിനെ കുറിച്ച് പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ ആ വീട്ടിൽ പോയാൽ ഇവക്ക് തന്നെ താമസിക്കാൻ പറ്റുമോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല, നല്ല സെക്യൂറാണ് അവിടെ ഇവക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ തൽക്കാലം അങ്ങോട്ട് താമസം മാറ്റട്ടെ, അല്ലാതെ നമ്മുടെ കൂടെ ഇവിടെ കിടന്ന് നശിച്ചു പോയി എന്നൊരു ചിന്ത വേണ്ട. അവളുടെ കാര്യങ്ങൾ നോക്കി സ്വന്തം കാലിൽ നിൽക്കട്ടെ, ആ കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, അതാണ് എനിക്ക് സന്തോഷം. ചെയ്തു പോയ തെറ്റിന് എനിക്കിപ്പോൾ നല്ല വിഷമമുണ്ടെന്ന് പറയാണ്. നിധിയോട് ഞാൻ പറയാം വാടക വീടിനെ കുറിച്ച് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിലും സുധീഷിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ നിധി യുടെ അടുത്തേക്ക് സുധീഷ് ചെല്ലാണ്. എന്നിട്ട് സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു വാടക വീടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, നിനക്ക് അങ്ങോട്ട് താമസം മാറ്റാനായിട്ട്? ആ വീട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങോട്ട് നീ അടുത്ത ദിവസം തന്നെ താമസം മാറ്റിക്കോ എന്ന് പറയാണ്. അപ്പോൾ നിധി ചോദിക്കുക, വാടക വീടോ, അതെന്താ ഇത്ര പെട്ടെന്ന് വാടക വീട് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അല്ല, നിൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകാതിരിക്കാൻ നിനക്കൊരു വാടക വീട് വേണമെന്ന് പറഞ്ഞു, ഞാനത് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം നിധി ചോദിക്കോ, ഓ, ഇത്ര പെട്ടെന്ന് വാടക വീട് ശരിയാക്കിയല്ലേ, ഇത്രയും നാളും കണ്ടെത്താതെ ഇപ്പം പെട്ടെന്ന് കണ്ടെത്താൻ തോന്നിയല്ലോ അല്ലേ? ഓ, ഞാനിവിടുന്ന് പോയിട്ട് വേണമല്ലോ ഈ കട്ടിലിൽ നിങ്ങൾക്ക് കിടക്കാനായിട്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയുക, അല്ല, നീ ഇവിടുന്ന് പോകുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ജീവിതം രക്ഷപ്പെടണ്ടേ, നീ ഇവിടെ കിടന്ന് നരയിക്കാൻ പറ്റില്ലല്ലോ, നിൻ്റെ ആഗ്രഹം പോലെ സ്വന്തം കാലിൽ നിൽക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. അപ്പം നിധി ചോദിക്കുകയാണ്, അപ്പം ഇത്രയും നാളും അതൊന്നും തോന്നിയില്ലല്ലേ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ചതിച്ചപ്പോഴൊന്നും ഇതൊന്നും തോന്നിയില്ലല്ലേ, ഇപ്പോഴാണോ നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നതെന്ന് ചോദിക്കുക സുധീഷിനോട്. അപ്പോൾ സുധീഷ് പറയാ, ശരിയാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നിധി, നീ നീ നല്ലവളാ, നീ രക്ഷപ്പെടണം, അതുകൊണ്ട് നീ സ്വന്തം വീട്ടിലേക്ക് മാറുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാം. അപ്പോൾ നിധി പറയുന്നുണ്ട്, തൽക്കാലം ഞാനിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് മാറാൻ തീരുമാനിച്ചിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് സുധീഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ നിധി അങ്ങനെ പറയുമ്പോഴും നിധിയുടെ ഉള്ളിൽ സുധീഷിനോട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം സുധീഷിന് മനസ്സിലാകുകയാണ്. സുധീഷിൻ്റെ ചെറിയ ചിരിയൊക്കെ വന്നിട്ട് സുധീഷ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിധിയും മനസ്സിലാക്കുകയാണ് സുധീഷിനെയും അതുപോലെ ആ വീട്ടുകാരെയും വിട്ടിട്ട് അവിടുന്ന് പോകാൻ തന്നെ കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരു പെൺകുട്ടി സുധീഷിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ദിതി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യമായിട്ട് സുധീഷിനെ വാച്ച് ചെയ്യുകയും സുധീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയും എവിടെ സുധീഷ് പോയാലും ആ സുധീഷിനെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ നിധിക്ക് തോന്നി ഈ പെൺകുട്ടിയെ സുധീഷിനോട് എന്തോ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് തോന്നുകയും ചെയ്യാണ്. അങ്ങനെ ഇവർ ഒന്നിച്ചൊരു സ്ഥലത്ത് പോകുമ്പോഴേക്കും ഈ പെൺകുട്ടി വന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, ഈ ചേട്ടനെക്കുറിച്ച് എന്താ അഭിപ്രായം ചേച്ചി, ഈ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ഓഹോ, ഇങ്ങനെ കണ്ടപ്പോഴേ തന്നെ ഇയാളെ ഇഷ്ടപ്പെടാനും വിവാഹം കഴിക്കാനും ഒക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ആ പെൺകുട്ടി പറയാം, ഉണ്ട്. അല്ല, അങ്ങനെ തോന്നാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ മനുഷ്യനുള്ളതെന്ന് നിധി ചോദിക്കുക. അപ്പോൾ നിധിയുടെ വീട്ടിലേക്ക് ആ പെൺകുട്ടി ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുക, അതെ, ഈ ചേട്ടനെ കാണാൻ നല്ല സ്മാർട്ടല്ലേ, നല്ല സ്വഭാവമല്ലേ, ആ ചിരി കണ്ടോ എന്ത് ഭംഗിയാ നോക്കിക്കേ, അതുകൊണ്ടാണ് എനിക്കിഷ്ടം, ആ ചേട്ടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. അപ്പം നിധി പറയും, ഓഹോ, ആ ചിരി നല്ലതാണെങ്കിൽ വിവാഹം കഴിച്ചാൽ നല്ല ജീവിതം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയാണ്, അതെ, ആ ചേട്ടൻ നല്ല സ്മാർട്ടല്ലേ, അപ്പം നല്ലൊരു ജീവിതം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെ സ്മാർട്ടായതുകൊണ്ട് മാത്രം നല്ലൊരു ജീവിതം ഉണ്ടാവുന്നൊന്നും നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ആ പെൺകുട്ടി പറയാം, ചേച്ചി ഈ വീട്ടിലെ ഇടത്തിയല്ലേ, ഈ വീട്ടിലെ പെൺകുട്ടിയല്ലേ, അപ്പോഴേക്കും ആ ചേട്ടനോട് പറഞ്ഞ് എൻ്റെ കാര്യമൊന്ന് ശരിയാക്കി തരുമോ, ഞങ്ങളുടെ വിവാഹം നടത്തി തരുമോ എന്ന് ചോദിക്കുക. അപ്പം നിധി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലെ ഇടത്തി തന്നെയാണ്, പക്ഷെ നീ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കേ, ആ ചേട്ടൻ്റെ ഭാര്യയാണ് ഞാനെന്ന് പറയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി ആ വീട്ടിലിരിക്കുന്ന സുധീഷിൻ്റെയും നിധിയുടെയും ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ രണ്ടുപേരെയും വിവാഹ ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ കുട്ടി കാണുവാണ്, അയ്യോ, ചേച്ചി ആ ചേട്ടൻ്റെ ഭാര്യയായിരുന്നോ, ആ ചേട്ടൻ്റെ വിവാഹം കഴിച്ചാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, വിവാഹം കഴിയാത്ത ആളാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, സോറി ചേച്ചി, ഒന്നും തോന്നരുത് എന്നോട് എന്ന് പറയാണ്. അപ്പം നിധി പറയാം, എന്ത് തോന്നാനാ, നീയേ ഇപ്പോഴിങ്ങനെ നോക്കി നടക്കാതെ ഇപ്പോൾ പഠിക്കുന്ന സമയമല്ലേ, പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങാൻ നോക്ക്, അതിനൊക്കെ ശേഷം മതി വിവാഹം കഴിക്കാനും പ്രേമിക്കാനും ഒക്കെ, അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് നിധി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അയ്യോ സോറി ചേച്ചി, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറരുതേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്.
അപ്പോഴേക്കും നിധിയുടെ മനസ്സിൽ തോന്നുകയാണേ, എന്താ ആ പെൺകുട്ടി സുധീഷിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് ഇത്രയും ദേഷ്യം വന്നത്. എനിക്കങ്ങനെ ദേഷ്യം വരാൻ പാടില്ലാത്തല്ലേ. എനിക്ക് സുധീഷിനോട് സ്നേഹമൊന്നുമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സുധീഷിനെ മറ്റൊരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിന് ഒരു വിഷമം തോന്നാനായിട്ട് കാരണം ഞാനിനി സുധീഷിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നിധി ചിന്തിക്കുകയാണ്. നിധിയുടെ ഉള്ളിൽ തന്നെ തോന്നുകയാണ് കേട്ടോ, സുധീഷിനോടൊരു പ്രണയമൊക്കെ എനിക്കുണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും സുധീഷിനെ അല്ലാതെ മറ്റൊരാളെ എൻ്റെ ഭർത്താവായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഈ വീട്ടിലുള്ളവരെ ഉപേക്ഷിച്ച് പോകാനും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വീടിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിധിയും മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്